ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരങ്ങളാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് വിനീഗറും കുറച്ച് സാനിറ്റൈസറും കൂടെയാണ്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ചെമ്പ് പാത്രങ്ങൾ, നിലവിളക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എങ്ങനെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. ഇതുപോലുള്ള സേവനാഴിയൊക്കെ നമ്മൾ കഴുകിയിട്ട് വെച്ചാലും ഇപ്പൊ കണ്ടില്ല, അതുപോലുള്ള ബ്ലാക്ക് മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. എന്നാൽ ഈ രീതിയിൽ നമ്മളൊന്ന് തേച്ച് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ എല്ലാ അഴുക്കും പോയിട്ട് നന്നായിട്ട് നമുക്ക് വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ പുതിയതായിട്ട് ഷോപ്പിൽ നിന്നും വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. വിളക്കൊക്കെ ക്ലീൻ ചെയ്യുന്ന ടിപ്സ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ അല്ലാണ്ട് അങ്ങ് കൈ വെച്ചിട്ട് ഒരയ്ക്കുകയോ ബ്രഷ് ഇട്ട് ഒരയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ അങ്ങ് തേച്ച് വെച്ചൊരു 10 മിനിറ്റിന് ശേഷം ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇപ്പം ഞാൻ കഴുകിയതിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ, അതിലുള്ള ആ ബ്ലാക്ക് മാർക്സ് ഒക്കെ പോയിട്ട് നന്നായിട്ട് പുതിയതുപോലെ തന്നെ നമുക്കിവിടെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതേ സൊല്യൂഷൻ വെച്ചിട്ട് ഞാനിവിടെ ഇനി ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സിങ്കാണ് കേട്ടോ. ഉപ്പായാലും വിനീഗർ ആയാലും അതുപോലെ തന്നെ നമ്മളെ സാനിറ്റൈസർ ആയാലും നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ തേച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് കറകളൊക്കെ പോയിട്ട് വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ സിങ്കും ഞാൻ എല്ലായിടത്തും ഈ ഒരു സൊല്യൂഷൻ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ കറകളൊക്കെ പോയിട്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാനും കൂടെ മറന്നു പോകരുത്. ഈ സിങ്കിൽ നമ്മൾ സ്ക്രബ്ബർ ഒന്നിട്ട് ഒരയ്ക്കരുത്. സ്ക്രാച്ചസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ ഒരയ്ക്കി ഒന്നും തന്നെ വേണ്ട, നന്നായിട്ട് ക്ലീൻ ആയി വരും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീട്ടു ജോലികളൊക്കെ എളുപ്പമാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ കുക്കർ. കുക്കർ ഉപയോഗിക്കേണ്ടതായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടം തന്നെ വരുന്നതായിരിക്കും. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ അപകടം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമ്മൾ കുക്കറിൽ പരിപ്പായാലും അതുപോലെ തന്നെ കുഞ്ഞരിയൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് ഈ വിസിലിൻ്റെ ഉള്ളിലേക്ക് കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ഒക്കെ പോയി അടയുകയാണെങ്കിൽ കുക്കർ പൊട്ടിത്തെറിക്കാനും അതുപോലെ തന്നെ കുക്കറിൽ നിന്നും പതഞ്ഞ് പുറത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും അല്ലേ. ഇതുപോലെ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു തുള്ളി പോലും പതഞ്ഞ് പൊങ്ങി വരില്ല. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഈ ക്യാബേജൊക്കെ തോരൻ അരിയുന്ന സമയത്ത് കത്തി വെച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല പാട് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാം ഒരേ ഷേപ്പിൽ നമുക്ക് കിട്ടുകയില്ല. എന്നാൽ ഇതുപോലെ ഒരു പീലർ ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനും പറ്റും. നല്ല കാണാനും ഭംഗിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള സാരികൾ അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്ത് പോകുന്ന സമയത്ത് എണ്ണയൊക്കെ ആവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ സാധാരണ സാരികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും അലക്കുന്നത്. എപ്പോഴും എപ്പോഴും നമുക്ക് ഇതുപോലുള്ള സാരികളൊന്നും അലക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലേ. അപ്പോൾ ഇതുപോലെ കുറച്ച് എണ്ണ ആവുകയാണെങ്കിൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് എണ്ണ തന്നെ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ടാൽക്കം പൗഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ മാവോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്ത് ഒരു ബ്രഷ് വെച്ചിട്ട് ഉരയ്ക്കുന്ന സമയത്ത് അതിലെ എണ്ണമയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. എണ്ണമയൊക്കെ പെട്ടെന്ന് ഈ പൊടി വലിച്ചെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് സമയം ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ എണ്ണയൊക്കെ നന്നായിട്ട് അത് അബ്സോർബ് ചെയ്ത് എടുക്കും കേട്ടോ. എത്ര എണ്ണയാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പൗഡർ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഷാമ്പു വെച്ചിട്ട് ആ എണ്ണയായ ഭാഗം മാത്രമായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതുപോലെ നമുക്ക് ചെറിയ ഭാഗത്താണ് എണ്ണയായിട്ടുള്ളതെങ്കിൽ ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ സാരിയുടെ പല ഭാഗത്തായിട്ടും ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഒരു പാത്രത്തിൽ ഷാമ്പു കലക്കിയതിന് ശേഷം പിന്നെ അതിലിട്ടിട്ട് നമ്മളൊന്ന് മുക്കിയെടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് നിഴലിലിട്ടിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് കറകളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഉണങ്ങിയതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഒരു തുള്ളി പോലും എണ്ണക്കറി ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് എപ്പോഴും നേരിടുന്ന ഒരു വലിയ പ്രശ്നമായിരിക്കും അല്ലേ ഇതുപോലെ മഷിക്കറയൊക്കെ യൂണിഫോമിലാക്കിയിട്ട് വരിക എന്നുള്ളത്. എന്നാൽ ഇതുപോലെ കുറച്ച് ഡെറ്റോൾ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ ആ മഷിയുടെ പാട് പോലും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് ക്ലീനായി വരും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ
ഇതിന് പകരമായിട്ട് ബോഡി സ്പ്രേ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഡെറ്റോൾ തേച്ച് കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും മഷിക്കറ ഒരു പാട് പോലും ഇല്ലാതെ നന്നായിട്ട് നമുക്കിവിടെ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. മത്തി മീനൊക്കെ കുറച്ചധികം കൊണ്ടുവരുന്ന സമയത്ത് കത്തിയൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ സിങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ദേഹത്തൊന്നും തെറിക്കാതെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൺചിരാതാണ് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള മൺചിരാത് തന്നെ ഇതിനെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിൻ്റെ ആ സൈഡ് ഭാഗം നല്ല ഷാർപ്പായിരിക്കും കേട്ടോ. വിളക്കിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ചെതുമ്പലൊക്കെ ആക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ദേഹത്തൊന്നും തെറിക്കൂല. നന്നായിട്ട് ക്ലീനായി വരുന്നതാണ്. അതുപോലെ തന്നെ മീൻ ഫ്രഷ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ മീനിൻ്റെ ചെകിളി ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല റെഡ് കളറിലുള്ള ബ്ലഡ് വരികയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് എന്നാണ് കേട്ടോ അർത്ഥം. അങ്ങനെ വിളക്ക് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കുഞ്ഞു മക്കൾക്ക് വരെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മൾ കുറച്ചധികം ഇറച്ചിയൊക്കെ വാങ്ങിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഫ്രീസറിൽ കുറേ ദിവസം വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ലാതെ നമ്മൾ എടുത്ത് ലാസ്റ്റ് വരെയും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. ഈ ബോക്സിൽ ഞാൻ വെച്ചിട്ടുള്ളത് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ തന്നെ അതുപോലെ തന്നെ ഇറച്ചി അത് ആ ബോക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പൊന്ന് വിതറി കൊടുത്ത് ഇതുപോലെയാണ് ഫ്രീസറിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാനുള്ളതാണ് കേട്ടോ. പക്ഷേ ഈ മറ്റേ ബോക്സിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് നന്നായിട്ട് മുറിച്ച് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്തും യാതൊരു ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതല്ല. അപ്പോൾ എല്ലാവരും 2 ടിപ്പും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും. ഫ്രിഡ്ജ് ഇല്ലാത്തവർക്കും നമുക്ക് മീറ്റൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മീറ്റൊക്കെ കൊണ്ടുവന്നതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വിനാഗിരിയോ ഗോതമ്പ് പൊടിയോ ഇട്ടൊന്ന് കഴുകിയതിന് ശേഷം നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് അതിലുള്ള വെള്ളം നന്നായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് കേടാവാതെ ഇരിക്കും കേട്ടോ. ഒരു 2 ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ആ പാത്രം ഒന്ന് മാറ്റി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഫ്രിഡ്ജ് ഇല്ലാതെ എടുത്ത് വെക്കുകയാണെങ്കിൽ ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം നമ്മൾ അടച്ചു വെക്കുക. അല്ലെങ്കിൽ അതിൽ ആവി വന്നിട്ട് ആ വെള്ളം വീണിട്ട് നമ്മളുടെ ഇറച്ചിയൊക്കെ കേടുവരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ജസ്റ്റ് വെയിലിൽ വെച്ചിട്ടൊന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നന്നായിട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജില്ലാതെ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഈ എല്ലാ ടിപ്സും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ടിപ്സ് തന്നെയായിരിക്കും. അടുത്തതായിട്ട് നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ. വെറും ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മുടി നന്നായിട്ട് കറുപ്പിക്കാനും അതുപോലെ തന്നെ മുടി വളരാനും പറ്റിയ നല്ലൊരു ടിപ്പ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബേ ലീഫ് അഥവാ വഴന ഇലയാണ് കേട്ടോ. വഴന ഇലയിൽ ധാരാളമായിട്ട് ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ തലയിലുള്ള താരൻ, തലയോട്ടിയിലെ ചൊറിച്ചിൽ, മറ്റ് അണുബാധകളൊക്കെ നന്നായിട്ട് നമുക്ക് ക്യൂർ ആവാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തി തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നത് കാരണം മുടി വളർച്ചയ്ക്ക് ഇത് ഏറെ സഹായകരമാണ്. ഇത് മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കറുപ്പ് നിറം നൽകാനും ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുടി ദുർബലമാകുന്ന ഫ്രീ റാഡിക്കലുകൾക്കെതിരായി പ്രവർത്തിച്ച് മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് നമുക്കൊരു സെറം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വഴനയില ചെറിയ മിക്സി ജാറിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് പൊടിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉലുവയാണ്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗ്രാമ്പും കൂടിയാണ് കേട്ടോ. എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഉലുവ മുടി നരയ്ക്കുന്നത് തടയാനും മുടിക്ക് കറുപ്പ് നിറം നൽകാനും സഹായിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത് മെലാനിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴാണ് നരച്ച മുടി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഉലുവ നമ്മളെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുന്നത് മൂലം മെലാനിൻ്റെ ഉൽപ്പാദനം കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഗ്രാമ്പു ആവട്ടെ നീരിറക്കത്തിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് യാതൊരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് മുടി വളരാനും മുടി നന്നായിട്ട് കറുപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഇത് നന്നായിട്ടൊന്ന് പൊടിച്ച് ഒരു 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. ഒരു ഷാമ്പു രൂപത്തിലായിട്ട് നമുക്കിത് കിട്ടുന്നതാണ്. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് ഏകദേശം ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഈ രീതിയിലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള്. ഏകദേശം 1 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഗുണങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സൊല്യൂഷനിലേക്ക് ഞാനൊരു ടാബ്ലറ്റ്സ് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇത് മാത്രമായിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ താരൻ അതുപോലെ തന്നെ ഫംഗസ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നീലാമരി പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അന്നേരം നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സിയിൽ നിന്നും കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നീലാമരിപ്പൊടി നിങ്ങൾക്കറിയാം നമ്മളുടെ മുടിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണെന്ന്. നീലാമരിപ്പൊടി നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറേ സമയം എടുത്ത് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യരുത് കേട്ടോ. ഒരു 5 10 മിനിറ്റ് മാത്രം നമുക്ക് വെച്ചിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് മിനിറ്റുകൾ കൊണ്ട് മുടി നന്നായിട്ട് കറുപ്പായിട്ട് വളരുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നീലാമരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആ മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തിരുന്നു. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണയാണ്. മുടിക്ക് നല്ല കറുപ്പ് നൽകാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും നല്ല കുളിർമ തരാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ആവണക്കെണ്ണ. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. വെറും 1 മിനിറ്റിൽ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ബ്ലാക്ക് ആയിട്ടുള്ള മുടി തന്നെ കിട്ടുന്നതായിരിക്കും. കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ റിസൾട്ട് കണ്ട് നിങ്ങൾ ശരിക്കും ഞെട്ടുന്നതാണ്. അപ്പം നമുക്ക് ഡൈ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതെൻ്റെ ഉമ്മാൻ്റെ മുടിയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ബ്രൗൺ കളറായിട്ടുണ്ടല്ലേ. തലേ ദിവസം ഹെന്ന ഇട്ടുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ ഹെന്ന ഇട്ട മുടിയിൽ നമ്മൾ ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്ലാക്ക് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഹെന്ന ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. ഹെന്ന ഇട്ട് കൊടുക്കുമ്പോൾ തലേ ദിവസം ഇടണം. എന്നിട്ട് വേണം പിറ്റേ ദിവസം നിങ്ങൾ ഈ നീലാമരി തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. 100% തന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഡൈ ചെയ്തൊരു 10-20 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഷാമ്പോ സോപ്പോ ഉപയോഗിച്ച് നമ്മൾ കഴുകരുത്. താളിയോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ ഉപയോഗിച്ച് നിങ്ങൾ കഴുകുക കേട്ടോ. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നീ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.